ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വീഡിയോ പാർട്ടിൽ ഞാൻ ചെയ്തത് RJ45 എന്ന ഒരു ക്രിമ്പിംഗ് മെത്തേഡായിരുന്നു. അതിൻ്റെ വേറൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ടെർമിനേഷൻ. അതിന് വേണ്ടത് പഴയ ഞാൻ RJ45 അടിച്ച കേബിൾ ഇരിപ്പുണ്ട്. ആ കേബിളിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് RJ45 കട്ട് ചെയ്ത് മാറ്റിയിട്ട് ടെർമിനേഷൻ മൊഡ്യൂൾ വെച്ചിട്ട് ടെർമിനേഷൻ ചെയ്യും. ഒരു മൊഡ്യൂൾ വെച്ചിട്ട് ടെർമിനേഷൻ ചെയ്യും. ഇത് നെറ്റ്വർക്കിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടെർമിനേഷൻ. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ടെർമിനേഷൻ ചെയ്യേണ്ട ഒരു ടൂളുകളാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇത് പഞ്ചിങ് ടൂളാണ്. ഇത് വെച്ച് മൊഡ്യൂളിൽ പഞ്ച് ചെയ്യും. അപ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ ഇതിന് ടെർമിനേഷൻ ടൂളെന്ന് പറയും, പഞ്ചിങ് ടൂളെന്നും പറയും. സ്ലീവ് കളയുന്നതാണ് സ്ലീവ്. പിന്നെ ടെസ്റ്റർ, പിന്നെ കട്ടർ. ജസ്റ്റ് കേബിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഏത് കട്ടറാണെങ്കിലും ഉപയോഗിക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഡിവൈസുകൾ ഇലക്ട്രിക്കൽ കേബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കേബിൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി മാത്രമാണ്. ഫസ്റ്റിൽ തന്നെ കേബിളിൻ്റെ അതിലുള്ള RJ45 കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം സ്ലീവ് തോനെ സ്ലീവ് കൂടുതൽ സ്ലീവ് ഞാൻ എടുത്തു, അത് കളഞ്ഞു. പിന്നെ നടുക്കുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അത് കട്ട് ചെയ്ത് മാറ്റണം. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ കേബിളും സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തിയെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RJ45 ചെയ്യുന്ന കണക്ക് തന്നെ. പക്ഷേ RJ45 കണക്ക് നേരെ നമ്മൾ സ്ലീവ് കേബിൾ നല്ലോണം ആക്കി എടുക്കണമെന്നൊന്നുമില്ല. ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം ഇതിൻ്റെ ഒരു മൊഡ്യൂള് കളർ കോഡുണ്ട്. എല്ലാം നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് B കളർ കോഡാണ്. ഈ ഒരു B കളർ കോഡ് വെച്ചിട്ടാണ് ഈ ഡിവൈസിൻ്റെ ആ ഒരു മൊഡ്യൂളിൽ തന്നെ കാണും കളർ കോഡ്. B നമ്മൾ ചെക്ക് ചെയ്താൽ മതി. എവിടെ ചെന്നാലും B ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂ, ബ്രൗൺ, ബ്രൗൺ. അതാണ് ഒരു സൈഡിൽ നമുക്കുള്ളത്. അത് തന്നെയാണ് എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു B കണക്ഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുമ്പോൾ തന്നെ ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ, വൈറ്റ്. അതാണ് B വരുന്നത്. താഴത്തെ ഒരു ലെയറിൽ കാണുന്നതാണ് B കണക്ഷൻ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ടെർമിനേഷൻ ചെയ്യുന്നത്. ടെർമിനേഷൻ ചെയ്യുമ്പോൾ ഇൻ കേസ് പഞ്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചില ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പഞ്ചിങ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ സ്ലീവർ സ്റ്റിപ്പർ വെച്ച് പഞ്ച് ചെയ്ത് കൊടുക്കുക. പഞ്ച് മീൻസ് നമ്മളത് അമർത്തി നമ്മൾ ആ മൊഡ്യൂളിൻ്റെ ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കുക, അമർത്തി കൊടുക്കുക. അപ്പോൾ അത് പഞ്ചിങ് കഴിഞ്ഞു. അപ്പം എന്നിട്ട് നമ്മൾ സ്ലീവർ വെച്ചുള്ള പഞ്ചിങ്ങാണ് കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പഞ്ചിങ് ടൂൾ അത് എടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ലെവലിന് കട്ടായി വരും. കേബിള് കറക്റ്റ് അതിൻ്റെ ഒരേ ലെവലിന് കട്ടായി മാറുന്നതാണ്. അപ്പം അങ്ങനെ കട്ടായി മാറുമ്പോൾ വൃത്തിക്ക് ആ ഒരു മൊഡ്യൂളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1, 2, 4 ഒരു സൈഡിൽ 4 എണ്ണം, മറു സൈഡിലും 4 കേബിള് പഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം വൺ സൈഡ് ഞാൻ സ്ലീവ് ഉള്ളിലേക്ക് വെച്ചു. അതിനുശേഷം മറു സൈഡിലും ഇതേ കണക്ക് ഞാൻ പഞ്ച് ചെയ്യുന്നതാണ്. സൂക്ഷിക്കണം. നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. നമ്മളെ തം വിരൽ നല്ലപോലെ മുറിയാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഓരോ സൈറ്റിലും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഇത് മുറിഞ്ഞ് നല്ലപോലെ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് മൊഡ്യൂൾ ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഇത് സേഫ്റ്റി ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം. ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് പെർഫെക്ഷനായിട്ട് തന്നെ ഈ ടെർമിനേഷൻ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്. അപ്പം ഇത് മൊഡ്യൂൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ
കറക്റ്റ് അല്ലാത്ത പക്ഷം നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ജമ്പിങ് ആയിട്ട് കാണിക്കും. ജമ്പിങ് മീൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1 2 3 4 റാൻഡംലി പോവാതെ ജസ്റ്റ് 1 കഴിഞ്ഞാൽ 3 പിന്നെ 6 അങ്ങനെ ജസ്റ്റ് ജമ്പിങ് എന്ന് പറയാം അതിന്. അപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് വരാതിരുന്നാൽ ജമ്പിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അത് മൊഡ്യൂൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയ ഒരു പാച്ച് കോഡ് തന്നെ എടുത്ത് ഈ ഒരു കാണിക്കുന്ന ഒരു കേബിളിന് നമ്മൾ പാച്ച് കോഡ്, റെഡിമെയ്ഡ് പാച്ച് കോഡ് എന്ന് പറയും. ജസ്റ്റ് നമ്മൾ റെഡിമെയ്ഡായിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അത് ഞാൻ പ്ലഗ് ചെയ്തു, മൊഡ്യൂളിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഡിവൈസ് ടെസ്റ്റിംഗ് ഡിവൈസിലേക്ക് ഒരെൻഡും മറെൻഡും ജസ്റ്റ് കണക്ട് ചെയ്തതാണ്. കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ഓണാക്കുന്ന സമയത്ത് 1 2 3 4 5 6 7 8 എന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ടെർമിനേഷൻ പക്ക അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓണാക്കുമ്പോൾ കാണുന്നത് 1 2 3 4 5 6 7 8 അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്ത ടെർമിനേഷൻ പക്ക അല്ല. അപ്പോൾ ഓണാക്കിയപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കറക്റ്റ്, എനിക്ക് 1 2 3 4 കറക്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്തത് പക്കയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദയവായി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം. ഗുഡ് ബൈ.